രാഹുൽ ഗാന്ധി ഇപ്പോൾ പുൽപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ സംസാരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തത്സമയ സംപ്രേഷണത്തിൽ. Anytime you go to a shop and you buy a product, the price of that product is decided fairly. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം കടയിലേക്ക് പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അതിന്റെ വില ന്യായയുക്തമായി നീതിയുക്തമായി അല്ല തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. If somebody produces ice cream or somebody produces a shirt, he has paid the right amount of money for that ice cream or for that shirt. ഒരാള് ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഷർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അതിനു വേണ്ട കൃത്യമായ ഒരു തുകയാണ് നൽകേണ്ടത്. But our farmer who produces our food is never paid the right amount of money for what he produces. മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ഐസ്ക്രീമും ഷർട്ട് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് കൃത്യമായ തുക നൽകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകർക്ക് ഒരിക്കലും അവരുടെ അധ്വാനത്തിന് അനുകൂലമായ അധ്വാനത്തിനനുസരിച്ചുള്ള വേതനം ഈ രാജ്യത്ത് ലഭ്യമാകുന്നില്ല. Often he has to throw away his vegetables, his products, because he's not getting the right price. പലപ്പോഴും നമുക്ക് കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും ഒക്കെ എടുത്ത് കളയേണ്ടി വരികയാണ്. കാരണം അവർക്ക് ന്യായമായ നീതിയുള്ള വില കിട്ടുന്നില്ല. And this is a crime. ശരിക്കും പറഞ്ഞാൽ കർഷകരോട് കാണിക്കുന്നത് കർഷകർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഒരു വലിയ കുറ്റകൃത്യം തന്നെയാണ്. And Narendra Modi ji's government is doing this to our farmers every single day. ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ കുറ്റകൃത്യമാണ് ഈ രാജ്യത്തെ കർഷകരോട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The entire storage facilities are being handed over to one businessman. ഈ രാജ്യത്തെ കർഷകർക്ക് ഉപയുക്തമാക്കേണ്ട എല്ലാ സംഭരണ സംവിധാനങ്ങളും ഒറ്റ ഒരു വ്യവസായിക്ക് ഈ രാജ്യത്ത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I was recently in Himachal Pradesh and they told me that the entire apple industry is now controlled by Mr. Adani. ഞാൻ ഈയിടെ ഹിമാചൽ പ്രദേശിലായിരുന്നു. അപ്പൊ അവിടുത്തെ കർഷകർ എന്നോട് പറയുകയാണ്, ആപ്പിൾ കൃഷി മുഴുവൻ, ആപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വ്യവസായവും അദാനിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അവരെന്നോട് പറയുകയായിരുന്നു. There are 3 or 4 ways that they control the farm. 3-4 വഴികളിലൂടെയാണ് അവർ കർഷകരെയും കൃഷിയെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. The first, as I mentioned, is by ensuring that പുൽപ്പള്ളി ടൗണിലെ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി.